ആ ഉണ്ട് ആ ചേച്ചി അളിയൻ വിശേഷം ക്യാമ്പിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ അവിടെ വന്നു. കിട്ടും 1000 രൂപ വെച്ച് കിട്ടും എല്ലാ മാസവും. അത് ഓൺലൈനിലെടുത്ത് സമയമായില്ലോ. അപേക്ഷ കൊടുത്താലേ പുതിയൊരു പെൻഷൻ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നുണ്ട് 1000 രൂപ വെച്ചിട്ട്. വേറെ പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടും കേട്ടോ. പക്ഷെ ഞാനത് അന്ന് പറഞ്ഞു റേഷൻ കാർഡും ഈ പേരൊന്ന് പിടിച്ചെടുത്ത് രാവിലെ തന്നെ റെഡിയായിട്ട് സാറിനെ കാണാൻ വന്നത് ഇത് കയറാം. എവിടെ കണ്ടേ? എവിടെ കാണുന്നേ? ഈ 25-ാം തീയതി ഒരു ക്യാമ്പുണ്ട് കളമശ്ശേരിയിലേ. നമുക്ക് വേണമെങ്കിൽ വാഹനമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയി അവിടെ ഒരു ചെക്കപ്പൊക്കെ നടത്തി പോരാ. ഇവിടെ അല്ലേ? എന്തോ പോവാൻ നിൽക്കണം. അപ്പോൾ ആർക്ക് തരാൻ ബാധ്യസ്ഥനാണ്. അത് കുറച്ച് പേരെ തീരുമാനിക്കുന്നത്. 2 തവണ ഫോട്ടോസ് മറ്റുണ്ട്. തിരക്കില്ല. കണ്ടോ നമ്മുടെ ഗൃഹസന്ദർശനം തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലക്ഷ്യമുള്ളത്? ഒന്ന്, ആളുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയുടെ നയങ്ങൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക. 2 ഉദ്ദേശമാണ് ഗൃഹസന്ദർശനത്തിനുള്ളത്. ഇന്നു മുതൽ തുടർച്ചയായിട്ട് ഒരാഴ്ചക്കാലം ഗൃഹസന്ദർശനമാണ്. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ എന്തുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങളുടെ വിധി വന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകളുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നിവിടെ ഇറങ്ങിയിട്ടുള്ളത് ഈ പീച്ചിങ്ങ SC സങ്കേതമാണ്. ഇപ്പം ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ അംബേദ്കർ പദ്ധതി 1 കോടി രൂപയുടെ ചെലവഴിച്ചിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പം അതിൻ്റെ പ്രാരംഭഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഗുണഭോക്താക്കളെ കണ്ടെത്തി പദ്ധതിക്ക് അംഗീകാരമായി. അപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവരുമായി സംസാരിക്കുന്നതിനുള്ള സന്ദർഭം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. നല്ല രീതിയിലാണ് ആളുകൾ ഈ ഗൃഹസന്ദർശനത്തെ നോക്കിക്കാണുന്നത്. കാര്യങ്ങൾ തുറന്നു പറയുന്നതിനും ഒരു സന്ദർഭം, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ, മറ്റു കാര്യങ്ങൾ, ഇതൊന്നും കുറേ ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതെല്ലാം അവരോട് തുറന്ന് സംസാരിക്കാൻ, അവരെ അത്തരം കാര്യങ്ങളിൽ അവർക്ക് അർഹമായത് അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് ഇതിനെ മാറ്റാൻ കഴിയുന്നുണ്ട്.